ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നടന്ന ടാസ്ക്കൊക്കെ കുറേ പേര് കണ്ടു കാണുമെന്ന് കരുതുന്നു. കുറേ പേരൊന്നും കണ്ടു കാണില്ലെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ടാസ്ക് ഇന്നലെ 3 ടാസ്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നടന്നത് 4ാമത്തെ ടാസ്ക് ചാഞ്ചാട്ടം എന്ന് പേരിട്ടിട്ട് ഉള്ളൊരു ടാസ്ക്കായിരുന്നു. കുറച്ച് ടഫ് തന്നെയായിരുന്നു ടാസ്ക്. ഈ ടാസ്കിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ജിൻഡോയാണ്. പിന്നെ ഉച്ചയാവാറായപ്പോൾ അടുത്ത ടാസ്ക് 5ാമത്തെ ടാസ്ക് വന്നത് കൈത്താങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്കായിരുന്നു. അതും നമുക്ക് എന്താ പറയുക, കൈക്ക് അത്രയും നമ്മൾ ബാലൻസ് കൊടുത്ത് എത്ര സമയം നിൽക്കുന്നു എന്ന് നോക്കുന്നൊരു ടാസ്ക്കായിരുന്നു അതിലും ജിൻഡോ തന്നെയാണ് വിജയിച്ചത്. പിന്നെ വൈകിട്ട് നടന്ന ടാസ്ക്കാണ് പൂച്ചയ്ക്കാര് മണികെട്ടും. അപ്പോൾ 6ാമത്തെ ടാസ്ക്കായിരുന്നു അത് CID രാമദാസ്, നമ്മുടെ ലാലേട്ടൻ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ അവരെ കാണാൻ, അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ടാസ്ക്കായിരുന്നു. അവിടെ ഒരു ലാലേട്ടൻ CID വന്ന് മണി കേൾക്കുമ്പോൾ ആ സെക്കൻഡിൽ ഓടിപ്പോയി പുറത്ത് നിൽക്കുന്ന പൂച്ചയ്ക്ക് മാലയിടുക, അതായിരുന്നു സംഭവം. അത് മാത്രം ചെയ്താൽ പോരാ, അത് കഴിഞ്ഞിട്ട് മാല ഇട്ടിട്ട് ആ ഇടുന്ന ആൾ ഒരു ടങ് ട്വിസ്റ്ററും കൂടി പറയണം. അപ്പോൾ അതും കൂടി ചെയ്താലേ അവർക്ക് പോയിൻ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ അതിൽ വിജയിച്ചത് ഋഷിയും നമ്മുടെ ശ്രീധുവാണ് വിജയിച്ചത്. ശ്രീധുവിന് ആദ്യമായിട്ട് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ഗെയിം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് പോയിൻ്റ് കിട്ടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ഒരു മൊത്തത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജിൻഡോ ജയിച്ച 2 ടാസ്ക്കും നമ്മുടെ എപ്പിസോഡ് വന്നപ്പോൾ 2 ടാസ്ക്കും കാണിച്ചില്ല. ആകെ ആ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ള 3ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ, ഇന്നത്തെ 3ാമത്തെ, ടോട്ടൽ നോക്കുമ്പോൾ 6ാമത്തെ ടാസ്ക്, അത് മാത്രമേ ഇന്ന് എപ്പിസോഡിൽ 9:30-ക്കുള്ള എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ. അതിന് മുന്നേ ജിൻഡോ 2 ഗെയിമിൽ ജയിച്ചിരുന്നു. അത് രണ്ടും അവർ കാണിച്ചില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല.